നമുക്കിനിയും തൃശ്ശൂരിലേക്കൊന്ന് പോകണം. കാരണം തൃശ്ശൂരാണ് ഒരുപക്ഷെ കേരളത്തിൽ തന്നെ വിജയപ്രതീക്ഷ ഏറ്റവും കൂടുതൽ BJP പുലർത്തുന്ന ഒരു മണ്ഡലം. അതിന് കാരണം സുരേഷ് ഗോപി എന്ന താര സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യമാണ്. കഴിഞ്ഞ തവണ സുരേഷ് ഗോപി നേടിയ വോട്ടുകൾ അത് വളരെ പ്രധാനമാണ്. കാരണം 2,93,000 വോട്ടുകൾ NDA കഴിഞ്ഞ തവണ സമാഹരിച്ച ഒരു മണ്ഡലം കൂടിയാണ് തൃശ്ശൂർ. LDF സ്ഥാനാർത്ഥിയുമായി ഏതാണ്ട് 29,000 വോട്ടുകളുടെ വ്യത്യാസം മാത്രമാണ് BJPക്ക് ഉണ്ടായിരുന്നത്. അത് അധികമായി 1,00,000 വോട്ടുകളെങ്കിലും ഇത്തവണ സമാഹരിക്കാൻ കഴിഞ്ഞാൽ, കഴിഞ്ഞ 6 വർഷമായി നമുക്കറിയാം സുരേഷ് ഗോപി അവിടെ സാന്നിധ്യമാണ്. MP ആയ സമയത്തും അതിനുശേഷവും ഒക്കെ അവിടെ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ് സുരേഷ് ഗോപി. അപ്പോൾ സ്വാഭാവികമായും അതൊരു A ക്ലാസ് മണ്ഡലം, ഏറ്റവും ടോപ്പ് മോസ്റ്റ് മണ്ഡലമായി BJP കാണുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. CB അനുമോദുണ്ട്. അനുമോദ്, എതിരാളികൾ ഒട്ടും അശക്തരല്ല. കാരണം UDFിൻ്റെയും LDFിൻ്റെയും രണ്ടുപേരും അവിടെ മുരളീധരനെ പോലെ ഒരാളെ കോൺഗ്രസ് അവിടെ പ്ലേസ് ചെയ്യുന്നുണ്ട്. മറുഭാഗത്ത് സുനിൽകുമാർ ജനകീയനാണ്, അവിടുത്തെ തൃശ്ശൂരിലെ സാന്നിധ്യമാണ്. സുരേഷ് ഗോപി ആകട്ടെ കഴിഞ്ഞ കുറേ നാളായി അവിടെ ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. എന്താണ് പ്രതീക്ഷിക്കേണ്ടത് തൃശ്ശൂരിൽ നിന്ന്? പോരാട്ടം ഈ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ 3 പേരും ഓടി നടന്ന് പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തുന്നുമുണ്ട്. മുരളീധരന്റെ സാന്നിധ്യം എന്തെങ്കിലും മാറ്റമുണ്ടാക്കിയോ ഈ കുറഞ്ഞ ദിവസങ്ങളിൽ? രഞ്ജിത്ത്, കേരളത്തിലെ ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് തൃശ്ശൂർ. നമുക്കറിയാം, സുരേഷ് ഗോപിയുടെ ഒരു സാന്നിധ്യം തന്നെയാണ് തൃശ്ശൂരിനെ മറ്റു മണ്ഡലങ്ങളിൽ നിന്നെല്ലാം വേറിട്ട് നിർത്തുന്നത്. തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ തൃശ്ശൂർ സുരേഷ് ഗോപിയുടെ സാന്നിധ്യം BJPക്ക് ഗുണം ചെയ്യുമെന്ന ഒരു നിരീക്ഷണം ഉണ്ടായിരുന്നു. TN പ്രതാപന് പകരം K മുരളീധരൻ വന്നപ്പോഴാണ് അക്ഷരാർത്ഥത്തിൽ ഈ മത്സരം കൂടുതൽ ചൂടുപിടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത്. ഇപ്പോൾ സുരേഷ് ഗോപിയും സുനിൽകുമാരും ഓരോ റൗണ്ട് പ്രചരണം പൂർത്തിയാക്കുമ്പോഴാണ് K മുരളീധരൻ്റെ പ്രചരണം ആരംഭിച്ചിട്ടുള്ളത് എന്നത് നമുക്ക് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. നിലവിൽ 3 സ്ഥാനാർത്ഥികളും മണ്ഡലങ്ങളിൽ സജീവമാണ്. മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് സുരേഷ് ഗോപി ഇന്ന് പുതുക്കാട്, ആമ്പല്ലൂർ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് അദ്ദേഹത്തിൻ്റെ പ്രചരണം നടക്കുന്നത്. മുരളീധരൻ ഇരിങ്ങാലക്കുട കേന്ദ്രീകരിച്ചാണ്. ഇന്ന് സുനിൽകുമാർ ഗുരുവായൂർ കേന്ദ്രീകരിച്ചാണ്. ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം കോൺഗ്രസിൻ്റെ ഘടനയിൽ താഴെ തട്ട് മുതൽ മുകൾ തട്ട് വരെ വന്ന ഒരു വലിയ മാറ്റമുണ്ട്. TN പ്രതാപന് ആണെങ്കിൽ ഉണ്ടായിരുന്നതിനേക്കാൾ, കാരണം നമ്മൾ TN പ്രതാപന് വേണ്ടിയുള്ള സമയത്ത് വളരെ നമ്മൾ ആ പ്രവർത്തകരെ കണ്ടിരുന്നതാണ്. K മുരളീധരൻ വന്നതിന് ശേഷവും പ്രവർത്തകരെ കാണുന്നതാണ്. അടിമുടി മാറ്റം കോൺഗ്രസിൽ ഉണ്ടായിട്ടുണ്ട്. താഴെ തട്ട് മുതൽ മുകൾ തട്ട് വരെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനാ സംവിധാനമായി കോൺഗ്രസ് K മുരളീധരൻ്റെ കടന്നുവരവോടെ മാറിയിട്ടുണ്ട് എന്നുള്ളത് പറയാതെ കഴിയില്ല. കാരണം K മുരളീധരൻ്റെ വിജയം ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ അഭിമാനത്തിൻ്റെ ഒരു പോരാട്ടമാണ് മണ്ഡലം നിലനിർത്തുക എന്നുള്ളത്. മറുവശത്ത് സുനിൽകുമാറിനാണെങ്കിൽ വലിയ ആത്മവിശ്വാസമുണ്ട്. നമുക്കറിയാം, പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 7 ഇടതുപക്ഷത്തിൻ്റെ കൈപ്പിടിയിലാണ് ഇത്തവണ ഉള്ളത്. അത് വലിയ ഒരു മുൻതൂക്കം തന്നെ ഉണ്ടാക്കുന്നുവെന്നാണ് ഇടതുപക്ഷത്തിൻ്റെ വിലയിരുത്തൽ. മാത്രമല്ല, മണ്ഡലത്തിൽ സുപരിചിതനാണ് സുനിൽകുമാർ. അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്ന് ഇടതുപക്ഷം അവകാശപ്പെടുന്നു. അങ്ങനെ മണ്ഡലങ്ങളിലെല്ലാം തന്നെ താഴെത്തട്ടിലേക്ക് ഇറങ്ങിച്ചെന്നുള്ള പ്രവർത്തനമാണ് ഇടതുപക്ഷം നടത്തുന്നത്. സുരേഷ് ഗോപി ആകട്ടെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് മണ്ഡലത്തിൽ സജീവമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി വോട്ട് ബാങ്ക് എവിടെയെന്ന് സുരേഷ് ഗോപിക്ക് പറയാനാകില്ല. പക്ഷേ എല്ലാ മേഖലകളിൽ നിന്നും സുരേഷ് ഗോപിക്ക് വോട്ട് കിട്ടുമെന്നൊരു പ്രതീക്ഷയാണ് പ്രത്യേകിച്ച് BJPക്കുള്ളത്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ വോട്ടുകൾ ആണ് സുരേഷ് ഗോപിയുടെയും ഒരു വലിയ പ്രതീക്ഷയായിട്ടുള്ളത്. ആ തരത്തിൽ വലിയ ജയപ്രതീക്ഷ തന്നെയാണ് 3 സ്ഥാനാർത്ഥികളും വെച്ച് പുലർത്തുന്നത്. എന്താണെങ്കിലും വരും ദിവസങ്ങളിലെ പ്രചരണമൊക്കെ ഈ ഒരു കാര്യത്തിൽ നിർണായകമാണ്. നരേന്ദ്രമോദി ഒരിക്കൽ കൂടി സുരേഷ് ഗോപിക്ക് വേണ്ടി വരുമോ എന്നുള്ളതും ഇനി കണ്ടറിയേണ്ടതാണ്. ഏതാണെങ്കിലും പ്രചരണ ചൂടിലാണ് തൃശ്ശൂരിലുള്ളത്. തൃശ്ശൂരിൽ വലിയ പ്രചരണം നടക്കുന്നുണ്ട്. തിരുവനന്തപുരത്തേക്ക് വരണം.